Good morning all. Today we are going to discuss fifth module, that is design of two-way slab. നമ്മൾ മൊഡ്യൂൾ 4 ഡിസ്കസ് ചെയ്തിരുന്നത് വൺ വേ സ്ലാബിൻ്റെ ഡിസൈനായിരുന്നു. അന്നേരം നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ വൺ വേ സ്ലാബും ടു വേ സ്ലാബും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ് ഈ രണ്ട് സ്ലാബുകൾ തമ്മിലുള്ള ഡിഫറൻസ്? അതിൻ്റെ LY/LX റേഷ്യോ കൺസിഡർ ചെയ്തിട്ടായിരുന്നു. LY എന്ന് പറയുമ്പം ലോങ്ങർ സ്പാനിൻ്റെ ഡയമെൻഷനും LX എന്ന് പറയുന്നത് ഷോർട്ടർ സ്പാനിൻ്റെ ലെങ്ത്തുമാണ് അല്ലേ. ഷോർട്ടർ സ്പാനും ലോങ്ങർ സ്പാനും. LY ലോങ്ങർ ആൻഡ് LX ഷോർട്ടർ. ആ ഒരു റേഷ്യോനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ മെയിനായിട്ട് ഇപ്പോൾ തമ്മിലുള്ള ഡിഫറൻസ് പറഞ്ഞിരുന്നത്. അതുപോലെ തന്നെ മീൻസ് വൺ വേ സ്ലാബ് ആണെന്നുണ്ടെങ്കിൽ ഒരു ഡയറക്ഷനിലായിരിക്കും അത് ലോഡ് ക്യാരി ചെയ്യുക. ടു വേ സ്ലാബ് ആണെങ്കിൽ എക്സ് ഡയറക്ഷനിലും വൈ ഡയറക്ഷനിലും ബോത്ത് ഡയറക്ഷനിലും രണ്ടിടത്തും അത് എന്ത് ക്യാരി ചെയ്യുന്നുണ്ട്? ദേ ഹാവ് ദ കപ്പാസിറ്റി ടു ക്യാരി ലോഡ് ഇൻ ബോത്ത് ഡയറക്ഷൻ, ഓർ യു ക്യാൻ സേ ലോഡ് ട്രാൻസ്ഫർ ഒക്കേഴ്സ് ഇൻ ബോത്ത് ഡയറക്ഷൻ. അപ്പോൾ ലോഡ് ട്രാൻസ്ഫർ അവിടെ നടക്കുന്നതുകൊണ്ട് തന്നെ ബെൻഡിങ് മൊമെൻറ്റും രണ്ട് ഡയറക്ഷനിൽ ഡെവലപ്പ് ചെയ്യും. ദാറ്റ് ഈസ് ലോങ്ങർ സ്പാനിലും ഷോർട്ടർ സ്പാനിലും ബെൻഡിങ് മൊമെൻറ്റ് ഡെവലപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ മെയിൻ റീഇൻഫോഴ്സ്മെൻറ്റ് ഈസ് പ്രൊവൈഡഡ് ഇൻ ബോത്ത് ഡയറക്ഷൻ ഇൻ ദ കേസ് ഓഫ് എ ടു വേ സ്ലാബ്. ടു വേ സ്ലാബിൽ രണ്ട് ഡയറക്ഷനിലും എന്ത് പ്രൊവൈഡ് ചെയ്യും? നമ്മൾ മെയിൻ റീഇൻഫോഴ്സ്മെൻറ്റ് ബാർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ടു വേ സ്ലാബിൻ്റെ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള ഡിസൈൻ പ്രൊസീജിയർ നോക്കാം. ആസ് യൂഷ്വൽ സ്റ്റെപ്പ് 1 ഈസ് ഗിവൺ ഡീറ്റെയിൽസ്. സ്റ്റെപ്പ് 2 എന്താണ്? സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ സ്ലാബ് ചെയ്തു തുടങ്ങുമ്പോൾ സ്റ്റെപ്പ് 2 വൺ വേ സ്ലാബാണോ ടു വേ സ്ലാബാണോ എന്ന് നോക്കണം. അത് ചെക്ക് ചെയ്യുന്നത് LY/LX റേഷ്യോന് ബേസ് ചെയ്തിട്ടാണ്. LY/LX റേഷ്യോ <2 ആണെന്നുണ്ടെങ്കിൽ എന്താണ്? അത് ടു വേ സ്ലാബാണ്. അല്ലെങ്കിൽ >= 2 ആണെന്നുണ്ടെങ്കിൽ വി ക്യാൻ സേ ഇറ്റ് ഈസ് വൺ വേ സ്ലാബ്. ആൻഡ് ഇഫ് ദ LY/LX റേഷ്യോ ഈസ് <2 ദെൻ ഇറ്റ് ഈസ് എ ടു വേ സ്ലാബ്. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇഫക്റ്റീവ് ഡെപ്ത്ത് കാൽക്കുലേറ്റ് ചെയ്യുക. ഇഫക്റ്റീവ് ഡെപ്ത്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് സിംപ്ലി സപ്പോർട്ടഡ് കേസ് ആണെങ്കിൽ L/D റേഷ്യോ 20 to 25 ഇൻ ബിറ്റ്വീൻ ആയിട്ട് കൺസിഡർ ചെയ്യുക. ആൻഡ് യൂഷ്വലി ഇഫക്റ്റീവ് കവർ ആയിട്ട് എടുക്കുക 25 mm ആണ്. അടുത്തത് സ്റ്റെപ്പ് 4 നമ്മൾ കഴിഞ്ഞ ഇത് ചെയ്തപ്പോഴേ ഞാൻ പറഞ്ഞിരുന്നു, വിഡ്ത്ത് ഓഫ് സ്ലാബ് എന്ന് പറയുന്നത് 1 മീറ്റർ വിഡ്ത്തിനാണ് നമ്മൾ ഡിസൈൻ ചെയ്യുക. ഓക്കെ, വിഡ്ത്ത് എപ്പോഴും 1 മീറ്റർ ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് വേണം ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ അടുത്ത സ്റ്റെപ്പ് ഇഫക്റ്റീവ് സ്പാൻ ഇൻ എക്സ് ആൻഡ് വൈ ഡയറക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. ഇവിടെ രണ്ട് സ്പാനും ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ രണ്ട് ഡയറക്ഷനിൽ രണ്ട് സ്പാനിലെ ഇഫക്റ്റീവ് സ്പാൻ കാൽക്കുലേറ്റ് ചെയ്യണം. ആൻഡ് സിംപ്ലി സപ്പോർട്ടഡ് കേസ് ആണെങ്കിൽ യൂഷ്വലി ചെയ്യുന്ന പോലെ മിനിമം ഓഫ് ക്ലിയർ സ്പാൻ പ്ലസ് ഡെപ്ത്ത് ചെയ്യുക, അല്ലെങ്കിൽ ക്ലിയർ സ്പാൻ പ്ലസ് സപ്പോർട്ട് വിഡ്ത്ത് ചെയ്യുക. ഇത് സിംപ്ലി സപ്പോർട്ടഡ് കേസിൽ. സ്ലാബ് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് ടൈപ്പ് ഉണ്ട്. സിംപ്ലി സപ്പോർട്ടഡ് ആയിട്ടുള്ള സ്ലാബും വരുന്നുണ്ട്, റീസ്ട്രെയിൻ ചെയ്തിട്ടുള്ള സ്ലാബും വരുന്നുണ്ട്. രണ്ട് തരത്തിലുള്ള സ്ലാബുകളാണ്. റീസ്ട്രെയിൻ ചെയ്തിട്ട് വരിക എന്ന് പറയുമ്പോൾ നമുക്ക് ഫിക്സഡ് ആക്കി വെക്കും. അതായത് കോർണേഴ്സ് ലിഫ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അതിൻ്റെ കോർണേഴ്സിനെ ഹെൽഡ് ഡൗൺ ചെയ്ത് വെക്കുന്നതിനെയാണ് റീസ്ട്രെയിൻഡ് സ്ലാബ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു 4 എൻഡ് അല്ലെങ്കിൽ 4 കോർണേഴ്സ് ഉള്ള ഒരു സ്ലാബിൻ്റെ 4 എൻഡും ലിഫ്റ്റ് ചെയ്യാണ്ടിരിക്കാതെ അത് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു പൊസിഷനെയാണ് അങ്ങനെ വെക്കുകയാണെങ്കിൽ അതിൽ നമ്മൾ റീസ്ട്രെയിൻഡ് സ്ലാബ് എന്ന് പറയും. റീസ്ട്രെയിൻഡ് സ്ലാബിൻ്റെ എഫക്റ്റീവ് സ്പാൻ കണ്ടുപിടിക്കുന്നത് വേറെ തന്നെയാണ്. അത് നമുക്ക് ആ പ്രോബ്ലം ഡിസ്കസ് ചെയ്യുമ്പോൾ പറയാം. ആൻഡ് സിംപ്ലി സപ്പോർട്ടഡ് കേസ് ആണെങ്കിൽ നമ്മൾ യൂഷ്വലി ചെയ്യുന്ന പോലെ മിനിമം ഓഫ് ക്ലിയർ സ്പാൻ പ്ലസ് ഡെപ്ത്ത് അല്ലെങ്കിൽ ക്ലിയർ സ്പാൻ പ്ലസ് സപ്പോർട്ട് വിഡ്ത്ത് ഇതാണ് ചെയ്യുന്നത്. ഇത് നമുക്കറിയാം ക്ലോസ് 22.2 IS 456 ക്ലോസ് 22.2 നിന്നാണ് നമ്മൾ ഈ ഒരു കണ്ടീഷൻ എടുക്കുന്നത്. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലോഡ് കണ്ടുപിടിക്കുക. നമുക്കറിയാം ഡെഡ് ലോഡ്, ലൈവ് ലോഡ് ആൻഡ് ഫിനിഷിംഗ് ലോഡാണ് എടുക്കേണ്ടത്. ഫിനിഷിംഗ് ലോഡ് അറൗണ്ട് 0.5 to 1 kN per meter square ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ളൊരു വാല്യൂ, either 0.5 or 1 ഏതെല്ലാം എടുക്കാം നമുക്ക്. അതർവൈസ് ഇറ്റ്സ് ഗിവൺ ദ ക്വസ്റ്റ്യൻ. ദെൻ ഈ 3 ലോഡ് അറിയാമെന്നുണ്ടെങ്കിൽ വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദ ടോട്ടൽ ലോഡ് ബൈ ആഡിങ് അപ്പ് ഡെഡ് ലോഡ്, ലൈവ് ലോഡ് ആൻഡ് ഫിനിഷിംഗ് ലോഡ്. ദെൻ അൾട്ടിമേറ്റ് ലോഡ് കണ്ടുപിടിക്കുക, ടോട്ടൽ ലോഡ് ഇൻറ്റു 1.5. നെക്സ്റ്റ് എന്താണ്? ലിമിറ്റിംഗ് മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. ലോഡ് കണ്ടു കഴിഞ്ഞാൽ അടുത്ത മൊമെൻറ്റാണ് കണ്ടുപിടിക്കേണ്ടത്. മൊമെൻറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്കിവിടെ രണ്ട് ഡയറക്ഷനിലും മൊമെൻറ്റും കൺസിഡർ ചെയ്യണം, MUX ആൻഡ് MUY. ആൻഡ് യു ക്യാൻ സി MUXൻ്റെ ഇക്വേഷൻ ആസ് പെർ ദ അനക്സ്റ്റർ D ഓഫ് IS 456/2000 അവിടെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. MUX = α(x) WU L effective x², MUY = α(y) WU L effective x² എന്നുള്ള ഇക്വേഷൻ അവിടെ തന്നിട്ടുണ്ട്. അതിൽ α(x)ഉം α(y)യും ടേബിൾ 26 നിന്നാണ് എടുക്കേണ്ടത്. രണ്ടും ബെൻഡിങ് മൊമെൻറ്റ് കോഎഫിഷ്യൻസ് ആണ്. അത് രണ്ടും നമ്മൾ ടേബിൾ 26 നിന്നാണ് എടുക്കേണ്ടത്. ദെൻ MUXും MUYയും കാൽക്കുലേറ്റ് ചെയ്തിട്ട് വി ഹാവ് ടു ചെക്ക് വെദർ ഇറ്റ് ഈസ് ലെസ് ദാൻ MU ലിമിറ്റ്
ലിമിറ്റിംഗ് വാല്യൂവിനേക്കാൾ കുറവാണോ എന്ന് ചെക്ക് ചെയ്യണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വി ക്യാൻ സേ ഇറ്റ് ഈസ് ആൻ അണ്ടർ റീഇൻഫോഴ്സ്ഡ് സെക്ഷൻ. മൊമെൻ്റ് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ യൂഷ്വലി ചെയ്യുന്ന പോലെ എന്താണ് ചെയ്യുന്നത്, AST ടെൻസൈൽ സ്റ്റീൽ എത്രത്തോളം വേണമെന്നുള്ള കാൽക്കുലേഷനാണ്. അത് തന്നെ എക്സ് ഡയറക്ഷനും വൈ ഡയറക്ഷനും ഉണ്ട്. എക്സ് ഡയറക്ഷനിൽ ഡെപ്ത്ത് നമുക്ക് ഇഫക്റ്റീവ് ഡെപ്ത്ത് കിട്ടിയിരിക്കുന്ന അതേ ഡെപ്ത്ത് തന്നെ ഇഫക്റ്റീവ് ഡെപ്ത്ത് ആയിട്ട് ഇട്ട് കൊടുക്കുക. ദെൻ മൊമെൻറ്റ് MUX സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. AST റിക്വയർഡ് കണ്ടുപിടിക്കുക. ഈ ഫസ്റ്റത്തെ ഇക്വേഷനിൽ ഇട്ട് കൊടുത്തിട്ട് അതിൽ നിന്ന് ASTX കിട്ടിക്കഴിഞ്ഞാൽ that is AST required. We'll get AST required by solving that equation of MUX and we can find out spacing. അത് കഴിഞ്ഞ ഉടനെ spacing കണ്ടുപിടിക്കുക. That is 1000 into area of 1 bar divided by total area of steel required. And the area of 1 bar, we can assume the diameter of the reinforcement bar either 8 mm or 10 mm or 12 mm. Then after finding out the required spacing, we have to check for that spacing. ചെക്ക് നമുക്കറിയാം 3D 300 mm and the calculated value. ഈ മൂന്നെണ്ണത്തിൽ മിനിമം ഓഫ് ദറ്റ് 3 തിങ്സ് അതാണ് നമ്മൾ സ്പേസിംഗ് ആയിട്ട് എടുക്കേണ്ടത്. ദെൻ AST പ്രൊവൈഡഡ് ഫൈൻഡ് ഔട്ട് ചെയ്യുക. ദറ്റ് ഇസ് 1000 ഇൻറ്റു ഏരിയ ഓഫ് 1 ബാർ ഡിവൈഡഡ് ബൈ ദ സ്പേസിംഗ്. Similarly, in the case of y direction also, we have to find out the AST and spacing. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരൊറ്റ ഡിഫറൻസ് ഉണ്ട്. DY എന്ന് പറയുമ്പോൾ ഡെപ്ത് ഇൻ എക്സ് ഡയറക്ഷൻ മൈനസ് ബാർ ഡയമീറ്റർ. നമുക്കറിയാം എക്സ് ഡയറക്ഷനിൽ നമ്മൾ ബാർ കൊടുത്തു കഴിഞ്ഞാൽ വൈ ഡയറക്ഷനിലോട്ട് എടുക്കുമ്പോൾ അതിൻ്റെ ഇഫക്റ്റീവ് സ്പാൻ എന്ന് പറയുമ്പോൾ ആ എക്സിൽ കൊടുത്ത ബാറിൻ്റെ ഹാഫ് മീൻസ് അത്രയും ആ ഒരു ഡയമീറ്റർ നമുക്ക് റെഡ്യൂസ് ചെയ്ത് കളയാണ്. ദാറ്റ് ഈസ് DY ഈസ് ഈക്വൽ ടു DX മൈനസ് ഡയമീറ്റർ ഓഫ് ദ ബാർ. അഗെയിൻ ആഫ്റ്റർ സോൾവിങ് ദ ഇക്വേഷൻ ഓഫ് MUY, you will get the value of AST required in y direction. Then you can find out the spacing and check for spacing and last AST provided. Usually ആ ചെയ്യുന്ന സ്റ്റെപ്പുകൾ അതുപോലെ തന്നെ. The next is shear design ആണ്. ഡിസൈനിന് വലിയ എഫക്റ്റ് സ്ലാബിൽ വരുന്നില്ലാത്തത് കൊണ്ട് തന്നെ ജസ്റ്റ് ചെക്ക് ചെയ്യുക സേഫ് ആണോ എന്നുള്ളത്. അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡിഫ്ലക്ഷൻ ചെക്കാണ്. ദറ്റ്സ് ഓൾറെഡി നോൺ ടു യു. L/D റേഷ്യോ ചെക്ക് ചെയ്യുക ബൈ കൺസിഡറിങ് ദ മോഡിഫിക്കേഷൻസ് ഫാക്ടേഴ്സ് K1 K2 ആൻഡ് K3. ദെൻ ഇതിൽ പുതിയതായിട്ട് വരുന്ന ഒരു സ്റ്റെപ്പ്, അതായത് റീസ്ട്രെയിൻഡ് കേസുകളാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു കോർണേഴ്സ് ആർ ഹെൽഡ് ഡൗൺ പൊസിഷനിലാണെങ്കിൽ നമ്മൾ അവിടെ ചെയ്യേണ്ടത് ടോർഷണൽ റീഎൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യും. അവിടെ ഒരു ടോർഷൻ മൊമെൻറ്റ് ഡെവലപ്പ് ചെയ്യും. അതിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ടോർഷണൽ റീഎൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യും ഇൻ ബോത്ത് ഡയറക്ഷൻ. എക്സിലും വൈയിലും ഒരു മെഷായിട്ട് നമ്മളിങ്ങനെ പ്രൊവൈഡ് ചെയ്യും. ആ എക്സ് ഡയറക്ഷനിലും വൈ ഡയറക്ഷനിലും കൊടുക്കുന്ന ടോർഷൻ്റെ ബേസിക് ഇതെന്ന് പറയുന്നത് ദറ്റ് ഇസ് റെഫർ ടു അനക്സ് D of IS 456 ഇത് ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. AST torsion on x direction is equal to 3/4 of AST provided in x direction. Similarly, AST torsion in y direction is equal to 3/4 of AST provided in y direction. അത് കഴിഞ്ഞ് നമ്മൾ AST torsion in xും AST torsion in y, that both are the required ASTs. Then after that we will be finding out the spacing. Then check for that particular spacing. Then AST provided കൂടി അവിടെ കണ്ടുപിടിക്കാം. അത് കഴിഞ്ഞാൽ we know that again refer to Annex D. There you can see a slab is divided into middle strips and 2 edge strip in one direction, and similarly in the other direction also it is divided into 2 edge strips and 1 middle strip. അപ്പോൾ ആ എഡ്ജ് സ്ട്രിപ്പിൽ നെഗറ്റീവ് മൊമെൻറ്റും ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് മിഡിൽ സ്ട്രിപ്പിലുള്ള അതേ AST ആയിരിക്കില്ല എഡ്ജ് സ്ട്രിപ്പിൽ കൊടുക്കുക. എഡ്ജ് സ്ട്രിപ്പിൽ റീഇൻഫോഴ്സ്മെൻറ്റ് ഡിഫറെൻ്റ് ആയിരിക്കും. ആൻഡ് ദാറ്റ് എഡ്ജ് സ്ട്രിപ്പിലെ റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ മിനിമം required AST, that is 0.12 or you can say 12% of B into D. ഓക്കെ, അത് ചെയ്യുക. അവിടെ ദെൻ സ്പേസിങ് ചെക്ക് ഫോർ സ്പേസിങ് ആൻഡ് AST പ്രൊവൈഡഡ് കണ്ടുപിടിക്കാം. ദ ലാസ്റ്റ് സ്റ്റെപ്പ് ഇസ് ഡീറ്റെയിലിംഗ് ഞാൻ പ്രോബ്ലം ചെയ്യുമ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാം. സോ ലെറ്റ്സ് സീ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഡിസൈൻ എ റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് സ്ലാബ് ഫോർ എ റൂം ഓഫ് ക്ലിയർ ഡയമെൻഷൻ 4 meter by 5 meter. The slab is supported all around on the whole of width for 300 mm. The slab has to carry a live load of 4 kN per meter square and a floor finish load of 1 kN per meter square. Use M20 and M20 grade concrete and Fe415 grade steel. Assume that the corners are held down. Sketch the details of reinforcement. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ സി ഡിസൈൻ എ റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് സ്ലാബ്. തന്നിരിക്കുന്ന റൂമിൻ്റെ ക്ലിയർ ഡയമെൻഷൻ 4 meter by 5 meter ആണ്. ദാറ്റ് മീൻസ് LY ലോങ്ങർ സ്പാൻ എന്ന് പറയുന്നത് 5 meter ഷോർട്ടർ സ്പാൻ എന്ന് പറയുന്നത് 4 meter ആണ്. ദെൻ അഗെയിൻ ഇറ്റ് ഈസ് ഗിവൺ ദ സ്ലാബ് ഈസ് സപ്പോർട്ടഡ് ഓൾ അറൗണ്ട് ഓൺ ദ ഹോൾ ഓഫ് എ വിഡ്ത്ത്. ഹോളിൻ്റെ വിഡ്ത്ത് വന്നിട്ടുണ്ട് 300 mm എന്ന് പറയുന്നുണ്ട്. ദ സ്ലാബ് ഹാസ് ടു ക്യാരി എ ലൈവ് ലോഡ് തന്നിരിക്കുന്നത് 4 kN per meter square തന്നിട്ടുണ്ട്. ആൻഡ് ദ ഫ്ലോർ ഫിനിഷ് ലോഡ്
or the finishing load is 1 kN per meter square. FCK നമുക്കറിയാം M20 ഗ്രേഡ് കോൺക്രീറ്റ് ആയതുകൊണ്ട് തന്നെ FCK is equal to 20 Newton per mm square. ആൻഡ് FY എന്ന് പറയുന്നത് yield strength 450 Newton per mm square ആണ്. ദെൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അസ്യൂം ദാറ്റ് ദ കോർണേഴ്സ് ആർ ഹെൽഡ് ഡൗൺ. കോർണേഴ്സ് ഹെൽഡ് ഡൗൺ ചെയ്തിരിക്കുകയാണ്, അല്ലെങ്കിൽ അവിടെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. ദാറ്റ് മീൻസ് റീസ്ട്രെയിൻഡ് കണ്ടീഷനാണ്. ടോർഷണൽ മൊമെൻറ്റ് അവിടെ ഉണ്ടാവും. അപ്പോൾ ടോർഷണൽ മൊമെൻറ്റിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? ടോർഷണൽ റീഇൻഫോഴ്സ്മെൻറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരൊറ്റ സെൻറ്റൻസിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ടോർഷണൽ റീഇൻഫോഴ്സ്മെൻറ്റ് ഡിസൈൻ ചെയ്യണം. സപ്പോസ് ഇവിടെ കോർണേഴ്സ് ആർ ഫ്രീ ടു ലിഫ്റ്റ് അപ്പ് എന്നാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ ദാറ്റ്സ് എ കേസ് ഓഫ് സിംപ്ലി സപ്പോർട്ടഡ് ബീം, സിംപ്ലി സപ്പോർട്ടഡ് സ്ലാബ്. അപ്പം നമുക്ക് എന്ത് വേണ്ട? ടോർഷണൽ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ ഡിസൈൻ ആവശ്യമില്ല. അപ്പം റീസ്ട്രെയിൻഡ് കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ മാത്രം ടോർഷണൽ റീഇൻഫോഴ്സ്മെൻറ്റ് ഡിസൈൻ ചെയ്യാം. ദെൻ സ്റ്റെപ്പ് 1 എന്താണ്? ഗിവൺ ഡീറ്റെയിൽസ്. ആസ് യൂഷ്വലി ഗിവൺ ഡീറ്റെയിൽസ് എഴുതാം. ആസ് യൂഷ്വൽ ഗിവൺ ഡീറ്റെയിൽസ് ദാറ്റ്സ് LY LX എല്ലാം ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന കാര്യങ്ങൾ തന്നെ എഴുതാം. സ്റ്റെപ്പ് 2 ഫൈൻഡ് ഔട്ട് വെദർ ഇറ്റ് ഇസ് 1 way slab or 2 way slab. ഓൾറെഡി പറഞ്ഞു LY/LX റേഷ്യോ ചെക്ക് ചെയ്യുക. ഹിയർ ഇറ്റ് ഇസ് 5/4 ദാറ്റ് ഇസ് 1.25 വിച്ച് ഇസ് ലെസ് ദാൻ 2. ഹെൻസ് ദിസ് സ്ലാബ് ഇസ് എ 2 way slab. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഇഫക്റ്റീവ് ഡെപ്ത് കാൽക്കുലേറ്റ് ചെയ്യുക. അത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതിന് L effective x/d എടുക്കുക. ഓക്കെ, L effective x/d ആണ് എടുക്കേണ്ടത്. L effective in x ഡയറക്ഷൻ എന്ന് പറയുന്നത് അത് LX/d എടുത്താൽ മതി. LX എന്ന് പറയുമ്പോൾ 4 മീറ്റർ ആണ്. 4000/20 to 25 ഇടയ്ക്കുള്ള ഏത് വാല്യൂ വേണമെങ്കിലും നമുക്ക് എടുക്കാം. അപ്പോൾ 160 തൊട്ട് 180 അറൗണ്ട് അത് കൂടാം. അതായത് ഏറ്റവും മിനിമം വാല്യൂ 160 ആണ്. അപ്പോൾ നമ്മൾ 160 തന്നെ എടുത്തിട്ട് എക്കണോമിക്കലായിട്ട് നമുക്ക് ഡിസൈൻ ചെയ്യാം. സോ ടേക്ക് എഫക്റ്റീവ് ഡെപ്ത് ഇസ് ഈക്വൽ ടു 160 mm ആൻഡ് assume a cover of 25 mm. So we can say overall depth is equal to effective depth plus cover, that is 160 plus 25, 185 mm. Next step is the calculation of width. സ്ലാബിന് വിഡ്ത്ത് എന്ന് പറയുന്നത് 1 മീറ്റർ ആണെന്നുള്ളത് ഓൾറെഡി ഞാൻ പറഞ്ഞിരുന്നു. നെക്സ്റ്റ് കാൽക്കുലേഷൻ ഓഫ് ഇഫക്റ്റീവ് സ്പാൻ. നമുക്കറിയാം വിഡ്ത്തും ഡെപ്ത്തും ഇഫക്റ്റീവ് സ്പാനും 3 എണ്ണം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെന്താ? ലോഡ്, മൊമെൻറ്റ്, AST അല്ലേ? ആ ഒരു ഫ്ലോ എല്ലാം അങ്ങനെ പോവാം. അപ്പോൾ അടുത്തത് എഫക്റ്റീവ് സ്പാനാണ് കണ്ടുപിടിക്കേണ്ടത്. ഇഫക്റ്റീവ് സ്പാന് ഇവിടെ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് എന്താ? ഡിസ്കണ്ടിന്യൂസ് ആണ്. നമുക്ക് ജസ്റ്റ് ഒരു റൂം മാത്രമേ, ഒരു റൂമിന് ഒരു സ്ലാബ് 4 മീറ്റർ ബൈ 5 മീറ്ററിൻ്റെ ഒറ്റ സ്ലാബിൻ്റെ കാര്യമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എഡ്ജ് നമുക്ക് ഡിസ്കണ്ടിന്യൂസ് ആയിട്ട് അസ്യൂം ചെയ്യാം. ഡിസ്കണ്ടിന്യൂസ് എഡ്ജ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് സാധാരണ ചെയ്യുന്ന അതേ കണ്ടീഷൻ L effective എന്ന് പറയുന്നത് മിനിമം ഓഫ് ക്ലിയർ സ്പാൻ പ്ലസ് ഡെപ്ത് ഓർ ദ ക്ലിയർ സ്പാൻ പ്ലസ് സപ്പോർട്ട് വിഡ്ത്ത് എന്നുള്ളത് ചെയ്യാം. അത് തന്നെ X ഡയറക്ഷനിലും Y ഡയറക്ഷനിലും എന്ത് കണ്ടുപിടിക്കുക? ഇഫക്റ്റീവ് സ്പാനുകൾ നമ്മൾ കണ്ടുപിടിക്കാം. ഇതൊക്കെ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ. എന്നിട്ട് അതിൽ മിനിമം വാല്യൂ ആയിട്ട് എടുക്കുക. ദാറ്റ് മീൻസ് വിൽ ഗെറ്റ് L effective X as 4.16 മീറ്റർ ആൻഡ് L effective Y as 5.16 മീറ്റർ. ഓക്കെ, ഇത് നമ്മൾ സാധാരണ ചെയ്യുന്ന തന്നെ മിനിമം ഓഫ് ക്ലിയർ സ്പാൻ പ്ലസ് ഡെപ്ത് ഓർ ക്ലിയർ സ്പാൻ പ്ലസ് സപ്പോർട്ട് വിഡ്ത്ത്. ഇതിൽ രണ്ടെണ്ണത്തിൽ ചെറിയ വാല്യൂ. അടുത്ത സ്റ്റെപ്പ് ലോഡിൻ്റെ കാൽക്കുലേഷനാണ്. അഗെയിൻ ഡെഡ് ലോഡ്, ലൈവ് ലോഡ് ആൻഡ് ഫിനിഷിംഗ് ലോഡ് തന്നിട്ടുണ്ടാവും. അത് ആഡ് ചെയ്യുക. ടോട്ടൽ ലോഡ് നമുക്ക് ഇവിടെ കിട്ടും 9.625 kN per meter. നമുക്കറിയാം സ്ലാബിലെ ഏരിയ ലോഡായിട്ടായിരിക്കും തരിക. ലൈവ് ലോഡൊക്കെ നമുക്കറിയാം kN per meter സ്ക്വയറിലാണ് തരിക. ലോഡിനെ kN per meterലോട്ടാക്കുക. വിഡ്ത്തും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക 1 മീറ്റർ വിഡ്ത്ത് എന്നുള്ള രീതിയിൽ. സോ യു വിൽ ഗെറ്റ് ദ ടോട്ടൽ ലോഡ്. ദെൻ അത് കഴിഞ്ഞിട്ട് അൾട്ടിമേറ്റ് ലോഡ് കണ്ടുപിടിക്കുക. എങ്ങനെയാണ്? ടോട്ടൽ ലോഡ് ഇൻറ്റു 1.5 ഫാക്ടറിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ യു വിൽ ഗെറ്റ് ദ അൾട്ടിമേറ്റ് ലോഡ് ആസ് 14.437 kN per meter. മൊമെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത് നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? ലോഡ് കിട്ടിക്കഴിഞ്ഞാൽ മൊമെൻറ്റ് കണ്ടുപിടിക്കണം. മൊമെൻറ്റ് അനെക്സ് ഡിയിൽ റെഫർ ചെയ്യുക. D.2.1 ഇഫ് റീസ്ട്രെയിൻഡ് കണ്ടീഷൻ ആണെങ്കിൽ MUX is equal to alpha x WU L effective x സ്ക്വയറും. സിമിലർലി MUY ആണെങ്കിൽ ആൽഫ വൈ WU L effective x സ്ക്വയർ. അഗെയിൻ എക്സ് ആണ്, ഞാൻ നേരത്തെ പ്രൊസീജിയറിൽ പറഞ്ഞിരുന്നു. ഇതാണ് അതിൻ്റെ ഇക്വേഷൻ. അല്ല ആൽഫ എക്സും ആൽഫ വൈ എന്ന് പറയുന്നത് ബെൻഡിങ് മൊമെൻറ്റ് കോഎഫിഷ്യൻസ് ആണ്. ദാറ്റ് വിൽ ക്യാൻ ദ വാല്യൂ ഫ്രം ടേബിൾ 26. റീസ്ട്രെയിൻഡ് കണ്ടീഷൻ ആയതുകൊണ്ട് ടേബിൾ 26 റെഫർ ചെയ്യുക. ഇഫ് ഇറ്റ് ഇസ് സിംപ്ലി സപ്പോർട്ടഡ് ആയിരുന്നെന്നുണ്ടെങ്കിൽ ടേബിൾ 27 റെഫർ ചെയ്യാം. ആൻഡ് ആൽഫ എക്സിൻ്റെ വാല്യൂ നമുക്ക് ആ ടേബിളിൽ നിന്ന് കണ്ട് അത് ഇൻ്റർപോളേറ്റ് ചെയ്തെടുക്കാം. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ LY/LX റേഷ്യോ ആണ്. വിൽ ഗെറ്റ് ആൽഫ എക്സ് ഇസ് ഇക്വൽ ടു 0.07848. And so on substituting the values, we will get MUX is equal to 18.688 kN meter. അതുപോലെ തന്നെ MUY കണ്ടുപിടിക്കുക. ആൽഫ വൈയുടെ വാല്യൂ നമുക്ക് ടേബിളിൽ നോക്കിയാൽ കാണാം.
ജസ്റ്റ് എടുക്കാം. ടേബിൾ 26 നോക്കുക. അതിൽ 2 പാർട്ടായിട്ടുണ്ട്. ആൽഫ എക്സും ഏറ്റവും ലാസ്റ്റത്തെ കോളം, ആ ഒരു സെറ്റിൽ ഏറ്റവും ലാസ്റ്റ് കോളം എന്ന് പറഞ്ഞാൽ ആൽഫ വൈയുടേതുമാണ്. അതിന് മുകളിൽ ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട് ആൽഫ എക്സും ആൽഫ വൈയും. അപ്പോൾ ആൽഫ വൈ എന്ന് പറയുന്നത് ഈ ഒരു കേസിൽ 0.056 ആണ്. ദെൻ ശ്രദ്ധിക്കുക, MUY ചെയ്യുമ്പോഴും L എഫക്റ്റീവ് എക്സ് സ്ക്വയർ തന്നെയാണ് എടുക്കേണ്ടത്. ദെൻ സിമിലർലി ലിമിറ്റിംഗ് മൊമെൻറ്റ് കണ്ടുപിടിക്കുക. MU ലിമിറ്റ് എക്സും MU ലിമിറ്റ് വൈയും കണ്ടുപിടിക്കുക. MU ലിമിറ്റ് എക്സ് കുഴപ്പമില്ല, ഡി തന്നെ ആണ് DX ആയിട്ട് എടുക്കുക. പക്ഷേ MU ലിമിറ്റ് വൈ കണ്ടുപിടിക്കുമ്പോൾ D ആയിട്ട് എടുക്കേണ്ടത് അവിടെ DY ആണ്. DY മീൻസ് DX മൈനസ് ദ ബാർ ഡയമീറ്റർ 10 mm. So dy is equal to 150 mm and you will get MU limit y as 62.1 kilonewton meter. Then MUX and MU y, അതുപോലെ തന്നെ MU ലിമിറ്റ് എക്സും MU ലിമിറ്റ് വൈയും ഇത്രയും 4 എണ്ണം കൂടെ കമ്പയർ ചെയ്യാം. ദെൻ MU is less than MU ലിമിറ്റ് എക്സ് ആണ് നോക്കുക. ദെൻ MU ലിമിറ്റ് വൈയും അതുപോലെ തന്നെ ചെക്ക് ചെയ്യുക. ഓക്കെ, ഇറ്റ് ഈസ് ലെസ് ദാൻ ആണ്, ഇവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. MU ലിമിറ്റ് ഇസ് ലെസ് ദാൻ MU ലിമിറ്റ് എക്സ് ആൻഡ് MU ലിമിറ്റ് വൈ ഇസ് ലെസ് ദാൻ MU ലിമിറ്റ് വൈ ആൻഡ് ഹെൻസ് ദ സെക്ഷൻ ഈസ് അണ്ടർ റീഇൻഫോഴ്സ്ഡ്. നെക്സ്റ്റ് ASTയുടെ കാൽക്കുലേഷനാണ്. എക്സ് ഡയറക്ഷനിലാണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുക. നേരത്തെ ഇക്വേഷൻ പ്രൊസീജിയറിൽ ഡിസ്ക്രൈബ് ചെയ്തിരുന്നു. അവിടെ നിന്ന് ആ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് AST എക്സ് കിട്ടും. ദെൻ 334.4 mm² എന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് AST എക്സ്. ബാർ ഡയമീറ്റർ 10 mm ആയിട്ട് അസ്യൂം ചെയ്യുക. എന്നിട്ട് നമുക്ക് സ്പേസിങ് കാൽക്കുലേറ്റ് ചെയ്യുക. AST സ്മോൾ AST എന്ന് പറയുന്നത് ഒരു ബാറിൻ്റെ ഏരിയ ആണ്. ദാറ്റ് ഈസ് π/4 × 10². യു വിൽ ഗെറ്റ് ദ സ്പേസിങ് ആസ് 200 mm. ദെൻ സ്പേസിങ് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ചെക്ക് ചെയ്യുക. 3D 300 ആൻഡ് SV എന്നുള്ള ചെക്ക് ചെയ്യുക. ദാറ്റ്സ് കാൽക്കുലേറ്റഡ് സ്പേസിങ്. വിൽ ഗെറ്റ് ദ വാല്യൂ ആസ് മിനിമം വാല്യൂ എത്രയാണ്? 200 തന്നെയാണ്. സോ യു ക്യാൻ അഡോപ്റ്റ് 200 mm. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ AST പ്രൊവൈഡോട് കൂടി ഫൈൻഡ് ഔട്ട് ചെയ്യാം. AST പ്രൊവൈഡർ എങ്ങനെ കണ്ടുപിടിക്കാം? അഗെയിൻ 1000 ഇൻറ്റു സ്മോൾ AST ഡിവൈഡഡ് ബൈ സ്പേസിങ്. സ്മോൾ AST എന്ന് പറയുന്നത് π/4 × 10². സ്പേസിങ് ചെയ്യുക. എന്നിട്ട് നമുക്ക് AST പ്രൊവൈഡഡ് കിട്ടും 392.699 mm². അപ്പോൾ നമുക്ക് എഴുതാം പ്രൊവൈഡ് 10 mm bars at 200 mm സ്പേസിങ്. അതാണ് എന്ത് AST എക്സ് എന്ന് പറയുന്നത്. സിമിലർലി AST വൈ കണ്ടുപിടിക്കുക. MUYൻ്റെ ഇക്വേഷനിൽ അഗെയിൻ സോൾവ് ചെയ്ത് AST വൈ കണ്ടുപിടിച്ചിട്ട് എത്ര കിട്ടുക? 268.275. ശ്രദ്ധിക്കുക, DY എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. ആൻഡ് അവിടെയും സ്പേസിങ് കണ്ടുപിടിക്കുക. 290 mm കിട്ടും നമുക്ക്. ബാർ ഡയമീറ്റർ 10 mm തന്നെ എടുക്കുമ്പോൾ വിൽ ഗെറ്റ് ദ സ്പേസിങ് ആസ് 290 mm. അഗെയിൻ വി ഹാവ് ടു ചെക്ക് ഫോർ ദ സ്പേസിങ്. സ്പേസിങ് ചെക്ക് ചെയ്യാം. മിനിമം വാല്യൂ എടുക്കുക. എത്രയും മിനിമം 290. അപ്പോൾ നമുക്ക് എഴുതാം പ്രൊവൈഡ് 10 mm bars at 290 mm സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ്. ദെൻ AST വൈ പ്രൊവൈഡഡ് കൂടി ഇല്ല, സ്പേസിങ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ AST പ്രൊവൈഡഡ് കൂടി ചെക്ക് ചെയ്യാം. ദെൻ അറ്റ് ദ എൻഡ് അതെല്ലാം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കൺക്ലൂഷൻ എഴുതാം. എക്സ് ഡയറക്ഷനിൽ AST എക്സ് എത്രയായിരുന്നു? പ്രൊവൈഡ് 10 mm bars at 200 mm സ്പേസിങ് ആൻഡ് ഇൻ വൈ ഡയറക്ഷൻ പ്രൊവൈഡ് 10 mm bars at 290 mm സ്പേസിങ്. അപ്പോൾ ഇതാണ് AST എക്സിൽ നിന്നും AST വാല്യൂയിൽ നിന്നും വരുന്ന കൺക്ലൂഷൻ. അടുത്ത ഷിയറിൻ്റെ ഡിസൈനാണ്. ചെക്ക് ചെയ്യുക. VU ടോവി PT ടോയ്സ് എല്ലാം ചെക്ക് ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്സ് സേഫ് ഇൻ ഷിയർ. ജസ്റ്റ് ചെക്ക് ചെയ്യുക സേഫ് ആണെന്നുള്ളത്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡിഫ്ലക്ഷൻ്റെ ചെക്കാണ്. ദാറ്റ്സ് L എഫക്റ്റീവ് ബൈ D റേഷ്യോ ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ 20 ഇൻറ്റു മോഡിഫിക്കേഷൻ ഫാക്ടേഴ്സ്. അപ്പോൾ K1 കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് FS വേണം. FS കിട്ടി 238.48 Nm/mm². ഫ്രം ദാറ്റ് യു ക്യാൻ ഫൈൻഡ് ഔട്ട് K1. K1 കിട്ടി. ഇനി എന്താ? L എഫക്റ്റീവ് ബൈ D റേഷ്യോ ചെക്ക് ചെയ്യുക. L എഫക്റ്റീവ് Y ബൈ D റേഷ്യോ ചെക്ക് ചെയ്തു. ഇറ്റ്സ് ഓക്കെ ഓർ ഇറ്റ്സ് സേഫ് ഇൻ ഡിഫ്ലക്ഷൻ. നെക്സ്റ്റ് സ്റ്റെപ്പ് ഇതാണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്ന ടോർഷണൽ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ടോർഷൻ്റെ AST എങ്ങനെയാണ് കോഡിൽ എന്ന് പറയുന്നത്? 3/4 ഓഫ് AST പ്രൊവൈഡഡ് ഇൻ ദാറ്റ് ഡയറക്ഷൻ. ദാറ്റ് ഈസ് AST ടോർഷൻ ഇൻ എക്സ് എന്ന് പറയുമ്പോൾ 3/4 ഓഫ് AST പ്രൊവൈഡഡ് ഇൻ എക്സ് തന്നെ എടുക്കുക. ദാറ്റ് ഈസ് 3/4 ഇൻറ്റു 392.69 mm². വിൽ ഗെറ്റ് ദ വാല്യൂ 294.52 mm² എന്നുള്ള ഏരിയ കിട്ടും. ഓക്കെ, അതുപോലെ തന്നെ എൻ്റെ സ്പേസിങ് ചെക്ക് ചെയ്യാം. നമുക്ക് 260 കിട്ടും. അതിനെ ചെക്ക് ചെയ്തിട്ട് AST പ്രൊവൈഡഡ് കൂടി കണ്ടുപിടിക്കുക. ടോർഷൻ സെയിം തന്നെ നമ്മൾ AST ചെയ്യുന്ന അതേ സ്റ്റെപ്സ് തന്നെ. സ്ലാബിൽ എപ്പോഴും ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. മൊമെൻറ്റിൻ്റെ ഇക്വേഷനിൽ നിന്ന് AST കിട്ടും. AST കിട്ടിക്കഴിഞ്ഞാൽ സ്പേസിങ് കാൽക്കുലേറ്റ് ചെയ്യുക. ബാർ ഡയമീറ്റർ അസ്യൂം ചെയ്ത് സ്പേസിങ് കണ്ടുപിടിക്കുക. സ്പേസിങ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിനെ ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്തിട്ട് AST പ്രൊവൈഡഡ് ഒന്നുകൂടെ കണ്ടുപിടിക്കുക. കൺക്ലൂഷൻ ഇത്രയേ ഉള്ളൂ. അത് തന്നെ വൈ ഡയറക്ഷനിൽ ചെയ്യുക.
വൈയിലും സ്പേസിങ് കണ്ടുപിടിച്ചു, ചെക്ക് ചെയ്യുക. ആൻഡ് ടോർഷൻ പ്രൊവൈഡഡ് ഇൻ വൈ ഡയറക്ഷൻ ഇസ് 261.8 mm². ദെൻ നമുക്ക് അതിൻ്റെ രണ്ടിനെയും കൂടെ കൺക്ലൂഷൻ, ദാറ്റ് ഇസ് ടോർഷൻ ഇൻ എക്സ് ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ വി ഹാവ് ടു പ്രൊവൈഡ് 10 mm diameter bars at 260 mm spacing, and in y direction we have to provide 10 mm bars at 300 mm spacing as a torsional reinforcement. This is the conclusion for torsional reinforcement. ഇനി ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, വി ആർ ഡിവൈഡിങ് എ സ്ലാബ് ഇൻ ടു 2 edge strips and 1 middle strip. One in one direction and in the other direction 2. We are dividing it into 2 edge strips and 1 middle strip. അപ്പോൾ ആ എഡ്ജ് സ്ട്രിപ്പിന് വേണ്ടിയിട്ടുള്ള AST എന്ന് പറയുന്നത് വി ഹാവ് ടു കൺസിഡർ ദ മിനിമം AST, ദറ്റ് ഇസ് 12% ഓഫ് B into D. ദ വിൽ ഗെറ്റ് AST is equal to 222 mm². ദെൻ സ്പേസിങ് കണ്ടുപിടിക്കുക. ബൈ ടേക്കിംഗ് ദ ബാർ diameter as 10 mm, വിൽ ഗെറ്റ് 350 mm spacing. Check for the spacing. Here the minimum value is 300 mm. So you can say that AST provided കൂടി കണ്ടുപിടിക്കുക 300 mm spacing വെച്ചിട്ട്. Here you will get provide 10 mm bars at 300 mm spacing as the edge strip. അതെല്ലാം വെച്ചിട്ട് നമ്മൾ ഡീറ്റെയിലിംഗ് ആണ് വരച്ചിരിക്കുന്നത്. ദാറ്റ്സ് ദ ലാസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ ലോങ്ങർ സ്പാൻ്റെ ഷോർട്ടർ സ്പാൻ്റെ ക്രോസ് സെക്ഷൻസ് വരയ്ക്കുക ആൻഡ് പ്ലാൻ വരയ്ക്കുക. ആൻഡ് ലിസൺ ടു ദ പ്ലാൻ. അവിടെ ഗ്രീൻ കളറിൽ കാണിച്ചിരിക്കുന്നത് ദർ ഇസ് എ റീഇൻഫോഴ്സ്മെൻറ്റ് ഇൻ വൈ ഡയറക്ഷൻ, ആൻഡ് യെല്ലോ കളറിൽ കാണിച്ചിരിക്കുന്നത് റീഇൻഫോഴ്സ്മെൻറ്റ് ഇൻ എക്സ് ഡയറക്ഷൻ, ദാറ്റ് ഇസ് AST എക്സും മറ്റേത് AST വൈയും ആണ്. ദെൻ ബ്ലൂ ആൻഡ് റെഡ് എഡ്ജ് സ്ട്രിപ്പിലോട്ട് വരുമ്പം, ടോർഷനിലോട്ട് വരുമ്പം ബ്ലൂ ആൻഡ് റെഡ് നമുക്ക് കാണാം. സെക്ഷനിൽ നോക്കിയാൽ ബ്ലൂ ആൻഡ് റെഡിൽ കാണിക്കുന്നുണ്ട്. ലോങ്ങർ സ്പാൻ്റെ റെഡ് കളറിലെന്ന് പറയുന്നത് AST ടോർഷൻ ഇൻ എക്സ് ഡയറക്ഷനും, ബ്ലൂ എന്ന് പറയുന്നത് AST ടോർഷൻ ഇൻ വൈ ഡയറക്ഷനുമാണ്. അതുതന്നെയാണ് ഈ ഒരു പ്ലാനിലോട്ട് വരുമ്പം ഗ്രീൻ മെഷായിട്ട് കാണാൻ പറ്റുന്നത് നിങ്ങൾക്ക്. ദെൻ എഡ്ജ് സ്ട്രിപ്സ് ആണ് ബ്ലൂ കളറിൽ എഡ്ജിൽ 4 എഡ്ജിൽ കൊടുത്തിട്ടുണ്ട്. ദറ്റ് ഇസ് 10 mm bars at 300 mm spacing. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡീറ്റെയിലിങ്ങിൽ ശ്രദ്ധിക്കേണ്ടത്. അതുതന്നെ ഒന്നുകൂടെ കുറച്ചുകൂടി സിംപ്ലിഫൈ ചെയ്തിട്ട് വരച്ചതാണ്. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ലോങ്ങർ സ്പാനിലെ AST എക്സ് ഏതാണ്, AST വൈ ഏതാണെന്നുള്ള ഇത്. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. ഐ വിൽ ഹെൽപ്പ് യു. താങ്ക് യു.